ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാൻ ഒരു ചോറ ഉണ്ടാക്കാൻ പോണേ. നല്ല ടേസ്റ്റാണ്. ഇത് ഉണ്ടാക്കി കഴിച്ചാലേ ഇതിനെപ്പറ്റി പറയാൻ ഒക്കത്തോളെ. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കിലോ ചിക്കൻ, എല്ലില്ലാത്ത ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ടേ. ഇതൊരു 500 ഗ്രാം ഉണ്ട്, എല്ലില്ല. പിന്നെ ഒരു 3 കിഴങ്ങ്, ഒരിടത്തര 3 കിഴങ്ങ്, അത് കഴുകി അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 2 ക്യാരറ്റ്, അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു 2.5 ഗ്ലാസ് അരി, ഈ ഗ്ലാസ്സിന് 2.5 ഗ്ലാസ് അരി എടുത്ത്. ചോറിന് എത്രയുണ്ടെന്ന് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഈ ചോറ് തന്നെ വേണമെന്നില്ല. നമ്മൾ വെക്കുന്ന ചോറില്ലേ, ആ അരി ചോറായാലും മതി. പക്ഷേ ഇപ്പോൾ എൻ്റെ അത് ഇല്ലാത്തതുകൊണ്ട്, വെച്ച ചോറില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇത് ബാസ്മതി റൈസേ എടുത്ത് വെച്ചേക്കുക. അപ്പോൾ ചോറ് എത്ര വേണമെന്നൊന്നുമില്ല, നമ്മുടെ കയ്യിൽ എത്രയുണ്ടോ അത്രയും മതിയേ, അതനുസരിച്ച്. അപ്പം വീട്ടിലെ അംഗങ്ങളുടെ കണക്കനുസരിച്ചുള്ളേ. അപ്പോൾ ഈ 2 ഗ്ലാസ് ഉണ്ട്. ഇത് ഞാൻ കഴിഞ്ഞിട്ടില്ല, എടുത്ത് വെച്ചേക്കുന്നേ ഉള്ളൂ. ആദ്യം നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഈ ചിക്കനിൽ നിന്ന് കുറേശ്ശെ ഒരു 2-3 പ്രാവശ്യമായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ചതച്ചെടുക്കാം. ഓക്കെ, കുറേശ്ശെയായിട്ട് ചതച്ചെടുക്കാം. കണ്ടില്ലേ, നമ്മുടെ ഈ ചതച്ച ചിക്കൻ ഇങ്ങോട്ടിടേ. അതിനകത്ത് എന്തെങ്കിലും ചതയാതുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് ഇട്ട് കൊടുക്കത്തില്ലേ, അതിനകത്ത് ഇട്ടാൽ മതി. എല്ലാം ചതഞ്ഞേ. അതുപോലെ അടുത്ത് 2 പ്രാവശ്യം ഉള്ളതേ ഉള്ളേ, ഇതും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചതച്ചെടുക്കേ. നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പിട്ട ചിക്കനും അരച്ചെടുത്തേ. അരച്ചല്ല, എപ്പോഴും ചതച്ചെടുത്തേ, അരിഞ്ഞു പോകല്ലേ. ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഇത് റെഡിയാക്കാം. നമുക്ക് സ്റ്റൗ ഓണാക്കാം. പാത്രം ഒന്ന് ചൂടാവട്ടെ. ഈ ചൂടായ പാത്രത്തിലോട്ട് കുറച്ച് റിഫൈൻഡ് ഓയിലാണേ. എണ്ണ ചൂടാവട്ടെ. ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടേ, ചോറിന് വേവിക്കാനാണ്. കുറച്ചിടാം, തിളക്കട്ടെ കിടന്ന്. ഇനി ഇതിലോട്ട് ഈ ചൂടായ എണ്ണയിലോട്ട് വലിയ 2 പൂണ്ട് വെളുത്തുള്ളി അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 4 പച്ചമുളക് കുഞ്ഞായിട്ട് അരിഞ്ഞത് അതും ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ച മണമൊന്ന് മാറിയാൽ മതി. ഒരു 10-30 സെക്കൻഡ് അങ്ങനെ കിടക്കട്ടെ, മതി. എന്നിട്ട് ഇതിനകത്ത് ഈ ചിക്കൻ ചതച്ചതില്ലേ, അത് ഇട്ട് കൊടുക്കേ. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് ഈ കൊച്ചുള്ളി ഇല്ലേ, ഇത് സവാളയാണെങ്കിൽ വലിയൊരു സവാള, ചെറിയ ഉള്ളിയാണെങ്കിൽ ഒരു 10-15 ഉള്ളി ഇതുപോലെ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതേ, അത് ഇട്ട് കൊടുക്കും. എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യേ.
ഇതിനകത്തൊന്നും ചതയാതെ കിടന്നിട്ടില്ല. എന്താ എല്ലാം ചതഞ്ഞിട്ടുണ്ട്. അരഞ്ഞു പോകരുതേ. ഇതിനകത്ത് ഇതിന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കേ. ഇതൊന്നും കുറച്ച് കൊടുക്കണ്ടേ, ഇതുപോലെ തന്നെ കിടക്കട്ടെ. ഇങ്ങനെ തന്നെ തുറന്ന് തന്നെ ഇരിക്കട്ടെ. ഇപ്പം അടയ്ക്കൊന്നും വേണ്ട. ഇനി നമുക്ക് ഈ അരിയില്ലേ, അരി കഴുകിക്കൊണ്ടുവരേ. നമുക്ക് ഇത് റബ്ബറൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല, വെറും വെള്ളം തിളപ്പിക്കാൻ വെച്ചേക്കുന്നേ ഉള്ളൂ. ഇത് നമുക്ക് വേവിച്ച് ഒരു 80% വേവിച്ചാൽ മതിയേ. അതുകൊണ്ട് വെള്ളത്തിന് കണക്കൊന്നുമില്ല. ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് ഒരു ശകലം ഉപ്പേ അതിട്ട് കൊടുക്കാം. റബ്ബർ ഇടണ്ട, വെറുതെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ കിടക്കട്ടെ. തീ ഇനി ഒന്ന് കുറച്ച് കൊടുക്കുക. ഇത് മീഡിയത്തിനും താഴെ വെച്ചോട്ടെ. നമ്മുടെ ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ടേ. ചോറും തിളച്ച് നോക്കട്ടെ. വെന്തിട്ടില്ല. ഇനി ഇതിനകത്തോട്ട് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാരറ്റില്ലേ അതും ഇട്ട് കൊടുക്കണം. ഇതിനകത്തോട്ട് ഈ കിഴങ്ങും കൂടെ ഇട്ട് കൊടുക്കേ. കവർ ചെയ്ത് കൊടുക്കല്ലേ. ആദ്യം കിഴങ്ങൊക്കെ വെന്ത് കുഴഞ്ഞു പോവാൻ, അതുകൊണ്ടായി കവർ ചെയ്തെന്ന് പറയുന്നത്. തീ കൂട്ടിയും കുറച്ചും ഇട്ടോട്ട് കൊടുത്തിരുന്നാൽ മതി. ഇങ്ങനെ കിടക്കട്ടെ. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. നമുക്കിവിടെ ചിക്കൻ നോക്കാം. ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കുവായിരുന്നേ. ഈ തീരെ കുറച്ചുകൂടി ചെയ്യണം. മാക്സിമത്തിന് മേളിൽ കൊണ്ടുവരും ചെയ്യരുതേ. നമ്മുടെ അരി നോക്കാം. അരിയൊക്കെ വെന്തിട്ടുണ്ടേ. ഞാൻ ഇതൊന്ന് വാർത്തെടുക്കട്ടെ. ഗ്യാസ് ഓഫാക്കി
നമ്മുടെ ചിക്കൻ നോക്കാം. ചിക്കനും കിഴങ്ങും ക്യാരറ്റും എല്ലാം വെന്ത് വരുന്നുണ്ട്. ഇനി ഇതിനകത്ത് ഞാനിപ്പം തീ സിമ്മിലിട്ടേക്കാണ്. ഇതുപോലെ നമ്മൾ കൂട്ടിയും കുറച്ച് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണേ. ഇനി ഇതിനകത്ത് ഒരു ഒന്നരയില്ലേ 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്, ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്ത്, പിന്നെ 1 1.5 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത്, പിന്നെ കുറച്ച് സീസണിങ് ഇട്ട് കൊടുക്കേ. 1 ടീസ്പൂണോളം. ഇനി ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്യേ. തീ ചെറുതായിട്ടൊന്ന് കൂട്ടിക്കൊടുക്കാം. മീഡിയത്തിൽ വെച്ചിട്ടുണ്ടേ. ഇത് തീ ഉള്ളിൽ വെച്ച് കൊടുക്കരുത്, കവർ ചെയ്യരുത്. കാര്യം കണ്ട, ഇതൊക്കെ ഇപ്പം ആ കിഴങ്ങും ക്യാരറ്റും എല്ലാം വെന്ത്, പക്ഷെ ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല കേട്ടോ. ഇനി ഇതിൻ്റെ ഉപ്പ് നോക്കണേ. നാണ്ട എല്ലാം വെന്തിരിക്കുക. ഇനി ഇതിൻ്റെ ഉപ്പ് നോക്കണം. നമ്മൾ ഇട്ടിട്ടുണ്ട് ചിക്കനകത്ത്, ക്യാരറ്റൊക്കെ ഇട്ടിട്ടില്ലേ. ഉപ്പ് കുറവേ. ഇതിനകത്ത് കുറച്ചുകൂടി ഇട്ടിട്ട് കൊടുക്കാം. കാര്യം നമ്മുടെ ചോറിൽ ഞാൻ അധികം ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കേ. നമുക്കിതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യേ. ഇനി ഇതിലോട്ട് വലിയ 2 തക്കാളി അരിഞ്ഞേ അതിട്ട് കൊടുക്കുക. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതും കവർ ചെയ്തേ. കവർ ചെയ്യുകയോ ചെയ്യരുത്. ഇപ്പം ഇതുപോലെ ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. തീ സിമ്മിനും തൊട്ട് മേളിൽ വെക്കേ. ഓക്കെ, നമ്മുടെ ചിക്കനും കിഴങ്ങും തക്കാളിയും എല്ലാം റെഡിയായേ. നോക്കി, ആ തക്കാളിയൊക്കെ നോക്കിയാൽ ഒന്നും കഴിഞ്ഞു പോയിട്ടില്ല. അതൊന്ന് ഫ്രൈ ആയി കിട്ടി. ആരും കവർ ചെയ്യാതിരിക്കുന്നതുകൊണ്ടാണതേ. ഇനി ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇനി ഇതിനകത്ത് കുറച്ച് നല്ല ഫ്രഷ് മല്ലിയില ഇട്ട് കൊടുക്കേ. ഇനി ഇതിനകത്ത് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചോറില്ലേ അതിട്ട് കൊടുക്കാം. ചോറല്ല ഇതിനകത്ത് പ്രധാനം. ഇതിൻ്റെ ബാക്കി കഷ്ണങ്ങളൊക്കെ ഇല്ലേ, അതാണ് ചിക്കനും. പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചോറിട്ട് കൊടുക്കേ. എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം.
അപ്പോൾ ഈ ചോറിൻ്റെയും ഈ കഷ്ണത്തിൻ്റെയും ചിക്കൻ്റെ എല്ലാം ഉപ്പ് നല്ല കറക്റ്റായിരിക്കും. കാര്യം ഇതിനകത്ത് സെപ്പറേറ്റ് ഉപ്പ് ഇടുന്നതുകൊണ്ട് തോനെ ഇട്ട് കൊടുക്കുന്നത് ചോറിനകത്തെ. ഇത് ബിരിയാണിയോ ഫ്രൈഡ് റൈസോ അങ്ങനെയുള്ള സാധനം ഒന്നുമല്ല, ഇതൊരു വെറൈറ്റി ചോറാണ്. ഇതിങ്ങനെ തീരെ കുറച്ചിട്ടിട്ട് 2 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അത് ഇനി നമുക്ക് വേറൊരു പണിയുണ്ട് ഇതിന് വേണ്ടിയിട്ട്. ഞാനൊരു 6 മുട്ട പൊട്ടിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പേ ഇതിനകത്ത് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യേ. അപ്പോൾ ഇത് ഞാൻ സിമ്മി ഇട്ടേക്കുവാണേ, എല്ലാം കൂടെ മിക്സ് ചെയ്ത് കണ്ടില്ലേ. ഇനി ഈ പൊട്ടിച്ച് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഈ മുട്ടയില്ലേ, ഇതിൻ്റെ പുറത്തോട്ട് ഒഴിച്ചു കൊടുക്കേ. ഇനി ഇത് വെച്ചിട്ട് ഇപ്പോഴാണ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാൻ പോന്നെ. ഇത് തീരെ സിമ്മിൽ തന്നെ കിടക്കണം, തീ കൂട്ടുകയോ ചെയ്യരുത്. ഇതിങ്ങനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനൊരു അടി പിടിക്കല്ലേ, ഒരു 2-3-4 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. ഈ ചോറിന് വേണ്ടിയിട്ട് നമ്മുടെ ചോറ് അവിടെ ചെറിയ തീയിലിരിക്കണേ. ചോറിന് വേണ്ടി ഇതിന് കറി ഒന്നും വേണ്ട ആവശ്യമില്ല, പക്ഷേ ഒരു രസത്തിന് ഇരിക്കട്ടെ. ഒരു 2 അല്ലി വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തത്, പിന്നെ ഒരു പച്ചമുളക് അരിഞ്ഞത്, പിന്നെ ഒരു തക്കാളി അരിഞ്ഞത്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഇതിനാവശ്യമുള്ള ഉപ്പ്. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മല്ലിയില വേണ്ടവർക്ക് ഇതിനകത്ത് മല്ലിയില ഇട്ട് കൊടുക്കേ, ഞാനിപ്പോൾ ഇടുന്നില്ല. ഇനി ചോറ് നോക്കേ. ഓക്കെ, മുട്ടയും എല്ലാം വെന്തിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്യട്ടെ. എല്ലാം കൂടെ നല്ല മിക്സ് ചെയ്തിട്ട് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റേ. ഇതൊന്നും അടിയിലൊന്നും പിടിച്ചിട്ടില്ലേ, തീരെ സിമ്മിലാണ് ഇട്ടേക്കണ്ടേ. എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൂട്ടിക്കൊടുക്കും. ഇത് ചോറിട്ടതിന് ശേഷം സിമ്മിലേ ഇടാവുള്ളൂ. ഇതെല്ലാം കൂടെ ഇളക്കി കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് നമുക്കിങ്ങനെ ഇട്ടേക്കാം. 2 മിനിറ്റ് ആ തീ സിമ്മിൽ തന്നെ ആയിരിക്കണം. ഓക്കെ, 2 മിനിറ്റ് കഴിഞ്ഞു. ഞാനിത് ഗ്യാസ് ഓഫാക്കുകയാണ്. ഇത് നമുക്കൊന്ന് കാത്തു വെക്കാം. ഓക്കെ, ഇത് ഇതിനകത്തുനിന്ന് വേറൊന്നിലോട്ടും പകർന്ന് വെക്കാൻ തന്നെ എനിക്ക് തോന്നുന്നില്ലേ. അത്ര ടേസ്റ്റായിട്ടുള്ളൊരു ചോറാണ്, വിശ്വസിക്കത്തില്ല നിങ്ങൾ ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ
ഇത് ഞാൻ റെഡിയാക്കി. ഇന്ന് ചോറിന് കറിയേ വേണ്ട, പിന്നെ ഒരു തൊട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് വെച്ചേക്കേ, തക്കാളിയും ഇതൊക്കെയിട്ട്. അപ്പോൾ ഇത് നോക്കിയേ, ഇതിൻ്റെ അടിയിൽ പിടിച്ചിട്ടുള്ള ടേസ്റ്റാണെന്നറിയാം. എന്തൊരു മണമാണെന്നറിയാം ഇത്. ഈ ചോറ് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. ഇത് ഉണ്ടാക്കി കഴിച്ചാലേ ഇതിനെപ്പറ്റി പറയാൻ ഒക്കത്തോളെ. ഞാൻ പറയുന്നതാണ് കാണുമെന്ന് നോക്കി, ഇതേപോലെ തന്നെ ഉണ്ടാക്കും വേണേ. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ചോറാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചോറാണ്. ഇപ്പം ചോറിന് ഈ അരി തന്നെ വേണമെന്നില്ല, നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ചോറ് വെച്ച ചോറ് ഏതായാലും മതി. അപ്പം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.